ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കഥ 2025 പുറത്തിറങ്ങിയ മിറാജ് എന്ന മൂവിയുടെ കഥയാണ്. ആസിഫ് അലിയും അപർണ ബാലമുരളിയും ലീഡ് റോളിൽ അഭിനയിക്കുന്ന ഈ ചിത്രത്തിന്റെ സംവിധാനം ജിത്തു ജോസഫാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രോമിസിംഗ് സ്റ്റോറിയാണ് ഈ കഥയ്ക്കുള്ളത്. ട്വിസ്റ്റുകളുടെ അയ്യരുകളിയാണ് ഈ സിനിമയിലുള്ളത്. സോ നമുക്ക് ഒട്ടും താമസിക്കാതെ കഥയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ കാണിക്കുന്നത് കോയമ്പത്തൂർ എന്ന സ്ഥലമാണ്. അവിടെ ഒരു ട്രെയിൻ പിടിക്കാനായി പോകുന്ന കിരണിനെ കാണിച്ചുകൊണ്ടാണ് സിനിമ തുടങ്ങുന്നത്. കിരൺ ആ ട്രെയിനിൽ കയറി എവിടേക്കോ യാത്ര ചെയ്യുന്നത് നമ്മളെ കാണിക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് ആ ട്രെയിൻ പാളം തെറ്റി പുഴയിലേക്ക് മറിഞ്ഞു എന്ന ന്യൂസാണ്. ഇതാണ് അശ്വിൻ ഒരു ഓൺലൈൻ മീഡിയ ന്യൂസ് റിപ്പോർട്ടറാണ്. സത്യസന്ധമായ വാർത്തകളെല്ലാം നാട്ടുകാരിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അശ്വിൻ ഈ യൂട്യൂബ് ചാനലും മീഡിയയും ഒക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ചാനലിന് ട്രൂ ഫാക്ട്സ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് അനന്തുവിനെയാണ്. അനന്തു രാജ്കുമാറിൻ്റെ അടുത്ത് വന്ന്, സാർ, നമ്മുടെ കമ്പനിയിലെ അൺഒഫീഷ്യൽ ഡേറ്റാസ് എല്ലാം ആരോ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് എന്ന് അറിയിക്കുന്നു. ആരാണ് ചെയ്തതെന്ന് അറിയില്ല, പക്ഷെ കിരണിൻ്റെ കമ്പ്യൂട്ടറിൽ നിന്നാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നതെന്ന് അറിയുന്നു. ഇപ്പോഴാണോ ഇതെല്ലാം വന്ന് പറയുന്നത്? 2 ദിവസം മുമ്പ് നടന്നതല്ലേ എന്ന് പറഞ്ഞ് അയാൾ അനന്തുവിൻ്റെ അടുത്ത് ചൂടായിട്ട് അവനെ പറഞ്ഞു വിടുന്നു. അനന്തവും കിരണും എല്ലാം രാജ്കുമാറിന്റെ ഫിനാൻഷ്യൽ ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടുത്തെ കാര്യങ്ങളെപ്പറ്റിയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് ഋതുവിനെയും അഭിയുമാണ്. ഇവരും രാജ്കുമാറിന്റെ ഫിനാൻഷ്യൽ ഓഫീസിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അഭി കിരണിനെ 2 ദിവസമായി വിളിക്കുകയാണ്. മെസ്സേജ് അയച്ചിട്ടും റിപ്ലൈ തരുന്നില്ല. അതിന്റെ ടെൻഷനിൽ അവൾ നിൽക്കുകയാണ്. അപ്പോൾ ഋതു വന്ന് പറയുന്നു കിരണിനെ ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളാത്തതാണെന്നൊക്കെ. അത് കേൾക്കുമ്പോൾ അഭിക്ക് ദേഷ്യം വരുന്നു. അപ്പോൾ ഋതു സോറി പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നു. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്കാണ് കാണിക്കുന്നത്. നമ്മുടെ അഭി ഒരു റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് കാപ്പി കുടിച്ചിട്ട് ബില്ലടയ്ക്കാൻ നോക്കുമ്പോൾ അവളുടെ ഫോണും പേഴ്സും അവളുടെ റൂമിൽ വെച്ച് മറന്നിരിക്കുന്നു. സോ റെസ്റ്റോറൻറ്റിലെ ആളുകൾ വന്ന് ഒരു ചെറിയ പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങുമ്പോൾ കിരണെല്ലാം ഇത് അടുത്തിരുന്ന് കാണുന്നുണ്ടായിരുന്നു. മലയാളിയായെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ കിരൺ വന്ന് സോൾവ് ചെയ്ത് ബില്ലടയ്ക്കുന്നു. അതിനുശേഷം അഭിയോട് എന്താണ് ഇവിടെ, എവിടെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള വിവരങ്ങളൊക്കെ ചോദിച്ചിട്ട് അയാൾ പോകുന്നു. പക്ഷേ ഫോൺ നമ്പർ തരൂ, ഞാൻ ഗൂഗിൾ പേ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് അവൻ സമ്മതിക്കുന്നില്ല. അങ്ങനെ അയാൾ അവിടുന്ന് പോവുകയാണ്. അടുത്ത ദിവസം അഭി രാജ്കുമാറിൻ്റെ ഓഫീസിൽ ജോലി ചെയ്യാൻ വരുന്നു. ഒരു ഫിനാൻഷ്യൽ കൺസൾട്ടൻസിയാണത്. അവിടെ തന്നെയായിരുന്നു നമ്മുടെ കിരണും വർക്ക് ചെയ്യുന്നത്. ക്രമേണ കിരണും നമ്മുടെ അഭിയും തമ്മിൽ നല്ലപോലെ പരിചയക്കാരാവുന്നു. അത് പിന്നെ ഫ്രണ്ട്ഷിപ്പ് ആവുന്നു. പിന്നീട് ഇരുവർക്കുമിടയിൽ ഒരു പ്രണയം തന്നെ പോയിടുകയാണ്. ഫ്ലാഷ് ബാക്ക് സീനുകൾ അവിടെ അവസാനിക്കുന്നു. ഇപ്പോൾ നിലവിൽ കിരണിനെ കാണാനില്ല എന്ന് പോലീസ് സ്റ്റേഷനിൽ അഭിയും ഋതുവും കൂടി പോയി കംപ്ലൈൻറ്റ് കൊടുക്കുന്നുണ്ട്. കിരണിന് വേറെ ബന്ധുക്കളാരും ഇല്ലെന്ന് കിരൺ അഭിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, ഇവർ തമ്മിലുള്ള വിവാഹവും ഏകദേശം ഉറപ്പിച്ചിരുന്നു. അഭിക്കും അങ്ങനെ ബന്ധുക്കളൊന്നും എടുത്തു പറയാനില്ല. ഇവർ കുറച്ച് സുഹൃത്തുക്കൾ മാത്രമേ ഉള്ളൂ. അടുത്ത ദിവസം അഭിയുടെ വീട്ടിലേക്ക് ഋതു വരുന്നു. ഋതു വന്നിട്ട് അഭിയുടെ അടുത്ത് പറയുന്നു, നിന്നെ പോലീസ് വിളിച്ചിരുന്നോ എന്ന്. അപ്പോൾ അഭി ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഋതു പറയുന്നു, എന്നെ പോലീസ് വിളിച്ചിട്ട് കിരണിൻ്റെ ബോഡി അന്ന് ആ റെയിൽവേ പാളത്തിൻ്റെ അപകടം നടന്നില്ലേ അവിടെ നിന്ന് കിട്ടിയെന്ന് അറിയിച്ചിട്ടുണ്ട്. ബോഡി ഐഡൻറ്റിഫൈ ചെയ്യാൻ നമ്മൾ മോർച്ചറിയിലേക്ക് ചെല്ലണമെന്നാണ് പറയുന്നതെന്ന്. ഇത് കേൾക്കുമ്പോൾ അഭി ആകെ ഷട്ടേഡായി പോകുന്നുണ്ട്. അവൾക്കത് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറം. പിന്നീട് കാണിക്കുന്ന അശ്വിനെയാണ്. അശ്വിനും ഈ സെയിം കോൾ വരികയാണ്. രാജ്കുമാർ കൺസൾട്ടൻസിയിൽ ജോലി ചെയ്തിരുന്ന മലയാളിയായ കിരൺ അന്ന് പാളം തെറ്റിയ ട്രെയിനിൽ ഉണ്ടായിരുന്നെന്നും അയാൾ മരിച്ചുവെന്നും എന്ന വാർത്ത നമ്മുടെ അശ്വിനും ലഭിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബോഡി ഐഡന്റിഫൈ ചെയ്യുന്നിടത്ത് നമ്മുടെ അശ്വിനും ആരും അറിയാതെ വരുന്നുണ്ട്. അവനൊരു ന്യൂസ് റിപ്പോർട്ടറാണല്ലോ, പക്ഷെ അവൻ ആരുടെ സംസാരിക്കുന്നൊന്നുമില്ല. ശേഷം നമ്മുടെ ബോഡി അഭിയും ഋതുവിനെയും ഡോക്ടർമാർ കാണിക്കുകയാണ്. ഒരു തവണ മാത്രമേ അവൾക്ക് ആ ബോഡിയിലേക്ക് നോക്കാൻ സാധിച്ചുള്ളൂ. അവൾ അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞു. അപ്പോഴാണ് അവൻ്റെ പേഴ്സും അതുപോലെ ID കാർഡും ഒക്കെ അവർക്ക് കൊടുക്കുന്നത്. അതോടുകൂടി തന്നെ അത് കിരണാണെന്ന് ഐഡന്റിഫൈ ചെയ്യുകയാണ്. കാരണം മുഖം ഒരാഴ്ച കഴിഞ്ഞ് കിട്ടിയോണ്ട് തന്നെ വികൃതമായിട്ടാണ് ലഭിച്ചിരുന്നത്. ഇവിടെ രാജ്കുമാർ ആകെ ടെൻഷനിലാണ്. അയാളുടെ അൺഒഫീഷ്യൽ ഡേറ്റ എല്ലാം കിരൺ ഡൗൺലോഡ് ചെയ്ത് അവൻ്റെ ഹാർഡ് ഡിസ്കിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. സോ അത് കണ്ടുപിടിക്കാനായി ഒരാളെ നിയോഗിക്കുകയാണ്. അയാളുടെ അടുത്ത് പറയുന്നുണ്ട്, കിരണും അതുപോലെ അഭിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിലാണ്. അതുകൊണ്ട് അവൾക്ക് കുറേയൊക്കെ കാര്യങ്ങൾ അറിയായിരിക്കും. എങ്ങനെയെങ്കിലും അവൻ്റെ കയ്യിലുള്ള ഹാർഡ് ഡിസ്ക് എനിക്ക് കിട്ടണം, അല്ലെങ്കിൽ അത് ഒത്തിരി പ്രശ്നമാകും എല്ലാവർക്കും എന്ന് പറയുന്നു. പിന്നീട് ബോഡി സംസ്കരിക്കുന്നിടത്ത് ഋതുവും അഭിയും നിൽക്കുമ്പോൾ ഋതു നോട്ട് ചെയ്യുന്നുണ്ട്, അന്ന് ആ മോർച്ചറിയിൽ കണ്ട അതേ കാറ് അവിടെ നിൽക്കുന്നത് അത് നമ്മുടെ അശ്വിൻ്റെ കാറാണ്. അത് നമ്മുടെ ഋതു ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുന്നു. അതിനുശേഷം നമ്മുടെ കിരണിൻ്റെ ബോഡി അവർ സംസ്കരിക്കുകയാണ്. പിന്നീട് ഋതു ഓഫീസിൽ പോയിട്ട് വന്നിട്ട് തൻ്റെ അമ്മയുടെ അടുത്ത് അഭി എന്തെന്ന് ചോദിക്കുന്നു. അവളുടെ മുറിയിൽ തന്നെ ഇരിപ്പാണ്, ആഹാരമൊന്നും കഴിക്കുന്നില്ല എന്ന് അവളുടെ അമ്മ പറയുന്നുണ്ട്. അവൾ അഭിയോട് പോയിട്ട് നീ പണ്ടത്തെ പോലെ ആകണം, ഇനിയും പഴയ കാര്യങ്ങളൊന്നും ഓർത്തിരിക്കരുതെന്ന് അഭി പറയുന്നുണ്ട്. അവൾക്ക് അവളുടെ വീട്ടിലേക്ക് പോകണം, ഒറ്റയ്ക്ക് നിന്നാണല്ലോ തനിക്ക് ശീലം, അതുകൊണ്ട് ഈ സാഹചര്യങ്ങളൊക്കെ എനിക്ക് ഒറ്റയ്ക്ക് തന്നെ നേരിടാൻ പറ്റുമെന്ന്. ഋതു ഒത്തിരി നിർബന്ധിക്കുന്നുണ്ട് അവളുടെ കൂടെ താമസിക്കാൻ. പക്ഷേ അഭി അതിന് ഒരുക്കമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഋതു അഭിയെ അവളുടെ വീട്ടിൽ കൊണ്ടാക്കാനായി തീരുമാനിക്കുന്നു. ഋതു അഭിയെ കൊണ്ടാക്കാനായി അവളുടെ വീട്ടിലേക്ക് വരികയാണ്. ആ സമയത്താണ് അവൾ ശ്രദ്ധിക്കുന്നത്, നമ്മുടെ അശ്വിൻ്റെ വണ്ടി അവൾ അവിടെ കിടക്കുന്നത് കാണുന്നു. ഹോസ്പിറ്റലിലും അതുപോലെ തന്നെ സംസ്കരിക്കാൻ പോയ സ്ഥലത്തും ഋതു ഈ വണ്ടി നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ അഭിയുടെ അടുത്ത് പറയുകയാണ്, നമ്മളെ ആരോ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അഭി വന്ന് പുറത്തിറങ്ങി നോക്കുമ്പോൾ ആ കാർ അവിടെ കാണില്ല. അവർ അപ്പോൾ തന്നെ അകത്ത് കയറി കുറ്റിയിടുന്നു. അപ്പോൾ ഋതു പറയുന്നുണ്ട്, എനിക്കെന്തോ പേടിയാവുന്നു, നീ എൻ്റെ കൂടെ എൻ്റെ വീട്ടിലേക്ക് വരാൻ. പക്ഷെ അഭി അതിന് തയ്യാറാവുന്നില്ല. അപ്പോഴാണ് അവിടെ ഒരു ആരോ ബെല്ലടിക്കുന്നത് കേൾക്കുന്നത്. ഋതു പോയി വാതിൽ തുറക്കുമ്പോൾ SP ആറുമുഖമായിരുന്നു വന്നത്. ഋതുവിന് സംശയമുള്ളത് കൊണ്ട് തന്നെ ID കാണിക്കാനായി പറയുന്നുണ്ട്.
ID കണ്ടു കഴിയുമ്പോഴാണ് അത് പോലീസാണെന്ന് അവർക്കും വിശ്വാസമാകുന്നത്. അങ്ങനെ അയാൾ അകത്ത് കയറി ഇരുന്ന് സംസാരിക്കുന്നത് കിരണിനെ കുറിച്ചാണ്. കിരൺ എന്തെങ്കിലും ഹാർഡ് ഡിസ്ക് തന്നിരുന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. സോ കിരണും അറുമുഖവും തമ്മിൽ എന്താണ് ബന്ധമെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ തമ്മിൽ നേരിട്ട് ബന്ധമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പിന്നീട് അയാൾ അവിടുന്ന് പോവുകയാണ്. അബിക്ക് ഈ ഹാർഡ് ഡിസ്കിനെ പറ്റി കാര്യങ്ങളൊന്നും അറിയില്ല എന്ന് SP-യുടെ അടുത്ത് പറയുന്നുണ്ട്. SP പോയി കഴിയുമ്പോൾ ഋതു പറയുന്നുണ്ട്, ഞാൻ നിന്നോട് അന്നേ പറഞ്ഞതല്ലേ കിരണിനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന്. ഇപ്പോൾ നോക്കാം അവരെ അന്വേഷിച്ച് പോലീസൊക്കെ വരാൻ തുടങ്ങി എന്ന് പറയുന്നു. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അവരെ അന്വേഷിച്ച് അടുത്ത ബെല്ലടി അവിടെ എത്തുന്നത്. വാതിൽ ചെന്ന് തുറന്നു നോക്കുമ്പോൾ അത് നമ്മുടെ അശ്വിനാണ്. അശ്വിൻ അകത്ത് കയറിയിട്ട് ഇവരുടെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ മോർച്ചറിയിലും ക്രിമേഷൻ സെൻറ്ററിലും ഒക്കെ വന്നിരുന്നു. നിങ്ങളോട് സംസാരിക്കാൻ ഒരു അവസരം നോക്കി നടക്കുകയായിരുന്നു. ഇതുവരെ അതിലൊരു അവസരം കിട്ടിയില്ല, അതുകൊണ്ടാണ് നേരിട്ട് വീട്ടിലേക്ക് വന്നതെന്ന് പറയാം. അപ്പോൾ ഇത് പറയുന്നുണ്ട്, അപ്പോൾ നിങ്ങളാണല്ലോ ആ ഗോൾഡൻ കാറിൽ ഞങ്ങളെ ഫോളോ ചെയ്തുകൊണ്ടിരുന്നതെന്ന് ചോദിക്കും. അപ്പോൾ അയാൾ പറയും, അയ്യോ ഞാൻ ഫോളോ ചെയ്തതല്ല, സംസാരിക്കുന്ന ഒരു അവസരത്തിന് വേണ്ടി കാത്തിരുന്നതെന്ന് പറയും. എന്നിട്ട് പറയും, എനിക്ക് കിരണിൻ്റെ മിസ്സിങ്ങിനെ കുറിച്ചാണ് അറിയുന്നത്. ഞാൻ പ്യുവർ ഫാക്ട്സ് എന്ന് പറയുന്നൊരു മീഡിയ നടത്തുന്ന ആളാണ് എന്നൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ടൈമിൽ അവൻ പറയുന്നത് കേട്ടാൽ ആക്ച്വലി കിരണിനെ ആരോ കൊലപ്പെടുത്തിയ രീതിയിലാണ് അശ്വിൻ അബിയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ ഋതുവിന് ദേഷ്യം വന്നിട്ട് അയാളോട് അവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറയുന്നു. അതിനുശേഷം അവൾ ഓഫീസിലേക്ക് പോകുന്നുണ്ട്. ഋതു പോയെന്ന് ഉറപ്പ് വരുത്തി കഴിയുമ്പോൾ അശ്വിൻ പതുക്കെ വീണ്ടും അബിയുടെ വീട്ടിലേക്ക് വരാനായി പോകുന്നു. ആ സമയത്ത് തന്നെയാണ് രാജ്കുമാർ വിട്ട ഗുണ്ട അബിയുടെ വീട്ടിലേക്ക് വരുന്നത്. ബെല്ലടിച്ച് വാതിൽ തുറന്ന് നോക്കുമ്പോൾ തന്നെ ആ ഗുണ്ട നമ്മുടെ അബിയെ അടിച്ച് താഴെ ഇടുന്നുണ്ട്. അതിനുശേഷം അവളോട് കിരണിനെ പറ്റിയും ഹാർഡ് ഡിസ്കിനെ പറ്റിയും ഒക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ അവൾക്ക് ഇതൊന്നും അറിയില്ലല്ലോ. കിരൺ എന്തിനാണ് കോയമ്പത്തൂർ പോയതെന്ന് പോലും അബിക്ക് കൃത്യമായി അറിയില്ല. ഒഫീഷ്യൽ മീറ്റിങ്ങിൽ ചെന്നൈക്ക് പോകുന്നതെന്നാണ് അവളുടെ അടുത്ത് പറഞ്ഞിരുന്നത്. ആ കാര്യങ്ങളെല്ലാം കിരണിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മുടെ ആ ഗുണ്ടയുടെ അടുത്ത് പറയുന്നുണ്ട്. പക്ഷേ അയാൾക്കൊന്നും വിശ്വാസമാകുന്നില്ല. അതുകൊണ്ട് തന്നെ അയാൾ തോക്ക് ചൂണ്ടി പേടിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം അശ്വിൻ പുറത്ത് നിന്ന് ജനലിൽ കൂടെ കാണുന്നുണ്ടായിരുന്നു. അയാളപ്പോൾ ആ വീടിൻ്റെ പുറകിൽ നിന്നിട്ട് ആരെയോ ഫോൺ വിളിക്കുന്ന പോലെ ഉച്ചത്തിൽ സംസാരിക്കും. ഇത് കേട്ട് രാജ്കുമാറിനെ കൊണ്ട് അവിടുന്ന് എസ്കേപ്പ് ആവുന്നു. അതുപോലെ തന്നെ അവളോട് ഭീഷണിപ്പെടുത്തുന്നുണ്ട്, എന്ത് കാര്യങ്ങൾ അറിഞ്ഞാലും ഇവരെ അറിയിക്കണമെന്ന്. അതിനുശേഷം അശ്വിൻ വന്നിട്ട് നമ്മുടെ ഋതുവിനെ ഫോൺ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഋതു വരുന്നവരെ അശ്വിനാണ് അവിടെ അബിക്ക് കൂട്ടിരിക്കുന്നത്. ഋതു വീണ്ടും വന്നു കഴിയുമ്പോൾ നമ്മുടെ അശ്വിനെ കാണുമ്പോൾ, നിന്റെ സഹായത്തിനൊക്കെ നന്ദിയുണ്ട്, നിനക്ക് എന്തെങ്കിലും ഉദ്ദേശമില്ലാതെ ഇങ്ങനെയൊന്നും ചെയ്യില്ല, അതുകൊണ്ട് നീ ഇവിടുന്ന് പോകാൻ പറഞ്ഞിട്ട് പിന്നെയും അശ്വിനെ അവിടെ നിന്ന് ഇറക്കി വിടുകയാണ്. അശ്വിൻ അബിയുടെയും ഋതുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, SP സാറും കിരണും തമ്മിൽ പരിചയക്കുറവൊന്നുമില്ല, അവർ തമ്മിൽ ഒത്തിരി തവണ കണ്ട് സംസാരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്ത് ഇവരെ കാണിക്കുകയാണ്. അപ്പോഴാണ് ഇവർക്ക് മനസ്സിലാവുന്നത് SP-യും കിരണും തമ്മിൽ ബന്ധമുണ്ടായിരുന്നെന്ന്. അയാൾ പറഞ്ഞത് നേരിട്ട് പരിചയമില്ല എന്നാണല്ലോ. അതിനുശേഷം പോലീസ് ഇവരെ ഒരു ഹോട്ടലിലേക്ക് വിളിപ്പിക്കുന്നുണ്ട്. വിളിപ്പിച്ചു കഴിയുമ്പോൾ നമ്മുടെ അശ്വിൻ കാണിച്ച ഫോട്ടോ അബി SP-യെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ ബന്ധമില്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നേരിട്ട് നിൽക്കുന്ന കുറേ ഫോട്ടോസ് എനിക്ക് കിട്ടിയല്ലോ എന്ന് പറയും. അപ്പോൾ ഇത് ആരാണ് കൊടുത്തതെന്ന് ചോദിക്കുമ്പോൾ ഋതു ഉടനെ പറയുന്നു അശ്വിനാണെന്ന്. കാരണം അവൾക്ക് അശ്വിനെ ഇഷ്ടമല്ലല്ലോ. അപ്പോൾ അയാൾ ചോദിക്കുന്നു, ഏതാ ഓൺലൈൻ ന്യൂസ് റിപ്പോർട്ടറാണോ, അവന് ഞാൻ പണി കൊടുക്കുന്നുണ്ട് എന്നൊക്കെ SP പറയുന്നുണ്ട്. ഈ രാജ്കുമാറിന് പണം വെളുപ്പിക്കുന്ന ജോലിയാണ്. ആക്ച്വലി ഒരു ഫിനാൻഷ്യൽ കൺസൾട്ടൻസി എന്ന പേരിലൊരു കമ്പനി ഉണ്ടെങ്കിലും അതിന് പുറകിൽ കുറേ ഇല്ലീഗൽ ആക്ടിവിറ്റീസാണ് അയാൾ നടത്തുന്നത്, കള്ളപ്പണം വിളപ്പിച്ചു കൊടുക്കുന്നത്. സോ ഇതിൻ്റെ ഡേറ്റാസൊക്കെയാണ് കിരണിൻ്റെ അടുത്ത് എടുത്തിട്ട് വരാനായി SP പറഞ്ഞു വിട്ടത്. അതിൻ്റെ ഇടയ്ക്കാണ് കിരൺ മിസ്സിങ് ആയിരിക്കുന്നത്. സോ തനിക്ക് പോലീസിൽ വിശ്വാസമില്ല, നിങ്ങളെ വിശ്വസിച്ച് കിരണെല്ലാം ചെയ്തിട്ട് അവൻ മരണപ്പെട്ടില്ലേ, അതുകൊണ്ട് നിങ്ങളോട് സഹകരിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ട് അബിയും ഋതുവും പുറത്തേക്ക് വരുന്നു. അപ്പോൾ അശ്വിൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അവൻ കൊടുത്ത ഫോട്ടോ ആ പോലീസിനെ കാണിച്ചാൽ അശ്വിൻ ഇവരോട് ദേഷ്യപ്പെടുന്നുണ്ട്. ആ ടൈമിൽ ആ പോലീസുകാർ അവിടെ വന്നിട്ട് നമ്മുടെ അശ്വിന് ഒരു ഇടിയൊക്കെ കൊടുത്തിട്ട് അവനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. കാരണം ഇതിനു മുൻപും ചില ന്യൂസുകൾ പിടിച്ചിട്ട് അത് പബ്ലിഷ് ചെയ്യണമെങ്കിൽ പൈസ വേണമെന്ന് പറഞ്ഞ് കുറച്ച് ഫേമസ് ആയ ആളുകളിൽ നിന്ന് ഇവൻ കാശ് മേടിച്ചിരുന്നു. ആ തവണ SP ഇവനെ വെറുതെ വിട്ടതാണ്. സോ ഇനിയൊരു വാണിംഗ് കാണില്ല എന്ന് പറഞ്ഞ് അവനെ അടിക്കുന്നു. അത് കാണുമ്പോൾ അബിക്ക് ചെറിയൊരു കുറ്റബോധം തോന്നുന്നുണ്ട്. SP അബിയുടെ അടുത്ത് കിരണിന് എന്തെങ്കിലും ലോക്കേഴ്സ് ഉണ്ടായിരുന്നോ ചോദിക്കുമ്പോഴാണ് അബി പണ്ടൊരിക്കൽ കിരണിൻ്റെ റൂമിലെ ഒരു ടേബിളിൽ ഒരു സീക്രട്ട് ഡ്രോയർ കണ്ടിരുന്നത്. അപ്പോൾ തന്നെ ഋതുവിനെ വിളിച്ചിട്ട് ആ ഫ്ലാറ്റ് തുറന്ന് പോയി ആ ഒരു സീക്രട്ട് ഡ്രോയർ അവർ തുറക്കുന്നുണ്ട്. അതിനകത്തുനിന്ന് ഇവർക്കൊരു കീ കിട്ടുന്നുണ്ട്. അപ്പോൾ അബി നമ്മുടെ ഋതുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഇത് കൂടാതെ അവൻ എൻ്റെ പേരിൽ ഒരു ലോക്കറും ഓപ്പൺ ചെയ്തിട്ടുണ്ടെന്ന്. സോ നെക്സ്റ്റ് ഡേ ഇവൾ പോയിട്ട് ആ ലോക്കർ തുറന്ന് നോക്കുമ്പോൾ അതിനകത്തെങ്ങും ഒന്നുമില്ല. അവിടുത്തെ ആ ബാങ്ക് മാനേജറുടെ അടുത്ത് തനിക്ക് കിട്ടിയ കീ കാണിച്ചിട്ട് ഇത് എന്തിൻ്റെയാണെന്ന് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ ഇത് ബാങ്ക് ലോക്കറിൻ്റെ അല്ല എന്ന് പറഞ്ഞിട്ട് അയാൾ അബിയെ പറഞ്ഞു വിടുന്നു. ഈ കാര്യങ്ങളെല്ലാം അബി ഒരു കഫേയിൽ വന്നിരുന്ന് ഋതുവിൻ്റെ അടുത്ത് പറയുകയാണ്. ആ ടൈമിലാണ് അശ്വിൻ ആ കഫേയിലേക്ക് തന്നെ വരുന്നത്. ഇവരെ കാണുമ്പോൾ അശ്വിൻ ഒഴിഞ്ഞൊരു കോണിൽ പോയിരിക്കും. അബി പുറത്തിറങ്ങിയിട്ട് അവൻ്റെ അടുത്ത് പോയി സോറിയൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം അവർ കാറിൽ കയറി പോകുന്നു. ഋതു നോക്കുമ്പോൾ അന്ന് രാജ്കുമാറിൻ്റെ ഒരു ഗുണ്ട അബിയെ ആക്രമിച്ചില്ലേ, അയാളും ഇവരുടെ തൊട്ട് പുറകിന് പോകുന്നത് കാണുന്നു. സോ അബി ഉടൻ തന്നെ കാറെടുത്ത് അവരെ ഫോളോ ചെയ്യുന്നു.
മറ്റേ രാജ്കുമാറിൻ്റെ ഗുണ്ട അഭിയുടെ കാറിനെ ഓവർടേക്ക് ചെയ്തിട്ട് അവളുടെ കാർ അവിടെ നിർത്തിച്ച് അവളുടെ കഴുത്തിനൊരു വള്ളിയിട്ട് കുരുക്കി അവളെ ഭീഷണിപ്പെടുത്തും, പോലീസിനെ കാണാൻ പോയത് എന്തിനാണെന്നൊക്കെ ചോദിച്ചുകൊണ്ട്. കിരണിന്റെ ഫ്ലാറ്റിൽ നിന്ന് കിട്ടിയ താക്കോലിനെ പറ്റിയും അഭിയുടെ പേരിൽ എഴുതിയ ലോക്കറിനെ പറ്റിയുമുള്ള കാര്യങ്ങളൊക്കെ ആ ഗുണ്ടയുടെ അടുത്ത് നമ്മുടെ അഭി പറയുന്നുണ്ട്. എന്ത് കാര്യങ്ങൾ അറിഞ്ഞാലും അപ്പോൾ തന്നെ ഞങ്ങളെ അപ്ഡേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ആ ഗുണ്ട അവിടെ നിന്ന് പോകുന്നത്. പെട്ടെന്ന് അശ്വിൻ അവിടേക്ക് വരുന്നുണ്ട്. ഗുണ്ട പോയി കഴിഞ്ഞാണ് അശ്വിൻ അവിടേക്ക് വരുന്നത്. അശ്വിൻ അപ്പോൾ തന്നെ അവൻ്റെ കാറിൽ കയറിയിട്ട് അവരുടെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറയാം. ഋതുവിനെ അവളുടെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. അവൾ അഭിയെ തൻ്റെ വീട്ടിലേക്ക് വിളിക്കുന്നുണ്ടെങ്കിലും അഭി പോകുന്നില്ല. അവൾക്ക് അവളുടെ വീട്ടിൽ പോയി ഒറ്റയ്ക്കിരിക്കണമെന്ന് പറയുന്നു. ശേഷം നമ്മുടെ അശ്വിൻ അഭിയെ കൊണ്ട് അവളുടെ വീട്ടിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് അഭി അശ്വിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഈ കേസ് ഒന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ പറ്റുമോ എന്ന്. അപ്പോൾ അവൻ സമ്മതിക്കുന്നുണ്ട്. ശേഷം അഭിയോട് വീട്ടുകാരെ പറ്റി ചോദിക്കുമ്പോൾ അവരെല്ലാം ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു, എനിക്ക് അതിനെപ്പറ്റി ഒന്ന് ഓർക്കാൻ താല്പര്യമില്ലെന്ന് അശ്വിനോട് പറയും. കിരൺ അഭിയുടെ അടുത്ത് ഒത്തിരി കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സോ അതൊക്കെ എന്തിനു വേണ്ടിയാണ്, അവൻ എന്താണ് സംഭവിച്ചത് എന്നൊക്കെ അഭിക്ക് അറിയണം. അതിനു വേണ്ടിയിട്ടാണ് അശ്വിൻ്റെ കൂട്ടുപിടിക്കുന്നത്. ശേഷം അഭി അവൾക്ക് കിട്ടിയ താക്കോല് അശ്വിന് കൊടുത്തിരുന്നു. ആ ഫോട്ടോയും കൊണ്ട് പോയി അശ്വിൻ അതൊരു പ്രൈവറ്റ് ബാങ്കിൻ്റെ ലോക്കറിൻ്റെ ആണെന്ന് മനസ്സിലാകും. അത് കേരളത്തിൽ കോഴിക്കോടാണ് ആ ലോക്കർ ഉള്ളത് എന്ന് ഇവർക്ക് മനസ്സിലാകും. സോ അവിടേക്ക് പുറപ്പെടാനായി അവർ തയ്യാറാകും. ഈ ടൈമിൽ ഋതു അഭിയെ വിളിക്കുമ്പോൾ അവൾ സ്ഥലത്തില്ല എന്ന് പറഞ്ഞൊഴിയും. ഋതു വീട്ടിൽ വരുമ്പോൾ ഇവരെ രണ്ടുപേരും കാണുമ്പോൾ അവൾക്ക് ദേഷ്യം വരും. എന്നെ മനഃപൂർവ്വം ഒഴിവാക്കിയിട്ട് നിങ്ങൾ എങ്ങോട്ടാണ് പോയതെന്ന് അഭിയുടെ അടുത്ത് ചോദിക്കുമ്പോൾ അഭി കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. നിന്നെയും നിന്റെ കുടുംബത്തെയും ഇതിൻ്റെ ഇടയ്ക്ക് വലിച്ചിടാൻ എനിക്ക് താല്പര്യമില്ല, അവരുടെ സേഫ്റ്റി ഉദ്ദേശിച്ചാണ് നിന്നെ ഞാൻ മാറ്റി നിർത്തിയേക്കെന്ന് പറയും. പക്ഷേ ഋതു ഞാനും നിന്റെ കൂടെ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് വാശി പിടിക്കും. ആ സമയത്ത് അശ്വിൻ പറയുന്നു, ശരിക്കും അഭിയുടെ അടുത്ത് സ്നേഹമുണ്ടെങ്കിൽ ഋതു ഞങ്ങളോട് വരികയല്ല ചെയ്യേണ്ടത്, നീ അഭിയുടെ ഫോൺ നിന്റെ കാറിലിട്ടുകൊണ്ട് നേരെ തൃശ്ശൂർക്ക് പോവുകയാണ് വേണ്ടത്. സോ ഇവളുടെ കാർ എന്തായാലും പോലീസും അതുപോലെ തന്നെ രാജ്കുമാറും ഈ ടൈമിൽ അഭിയും അശ്വിനും കാറെടുത്ത് കോഴിക്കോട് ആ പ്രൈവറ്റ് ബാങ്കിന്റെ ലോക്കർ തുറക്കാനായി പോകും. ഈ ടൈമിൽ അഭി അറിയാതെ SP അവൾക്ക് വേണ്ടി ഒരു പോലീസിനെ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അയാൾ ചായ കുടിക്കാൻ പോയ ടൈമിലാണ് ഇവർ രക്ഷപ്പെട്ടത്. സോ അവളെ ഇപ്പോൾ ട്രാക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് പോലീസിനും. ഈ ടൈമിൽ നമ്മുടെ അഭിയും അശ്വിനും ബാങ്കിൽ ചെന്നിട്ട് ലോക്കർ തുറന്ന് നോക്കുമ്പോൾ കുറച്ച് സാധനങ്ങൾ കിട്ടുന്നുണ്ട്. കുറച്ച് ഫോട്ടോസും കാശുമായിരുന്നു അത്. പിന്നീട് കിരണിൻ്റെ വീട്ടിലേക്ക് പോകാനായി ഇവർ തീരുമാനിക്കുന്നു. അവൻ്റെ അഡ്രസ്സ് കിട്ടിയിരുന്നു. അവിടെ ചെല്ലുമ്പോഴാണ് അഭിക്ക് മനസ്സിലാവുന്നത് കിരൺ തന്നോട് പറഞ്ഞത് കള്ളമാണ്, കിരണിൻ്റെ അമ്മ മരിച്ചിട്ടില്ലെന്ന്. കാരണം കിരണിൻ്റെ അമ്മയാണല്ലോ വന്ന് ഡോർ തുറന്നു കൊടുക്കുന്നത്. ഈ ടൈമിൽ അവിടുത്തെ ഫോട്ടോസിലൊക്കെ ടു മൈ മദർ ബൈ ആൽഫി എന്ന് എഴുതിയിരിക്കുന്നത് കാണും. അപ്പോൾ അഭി അവരുടെ അമ്മയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ആരാണ് ആൽഫി എന്ന്. അപ്പോൾ അവരുടെ അമ്മയുടെ മുഖം മാറിയിട്ട് എനിക്കിപ്പോൾ സമയമില്ല നിങ്ങളോട് സംസാരിക്കാൻ, ദയവ് ചെയ്ത് നിങ്ങൾ പോകണമെന്ന് പറഞ്ഞിട്ട് അവർ അകത്തേക്ക് കയറിപ്പോന്നു. സോ അവർക്കും എന്തൊക്കെയോ സത്യങ്ങൾ അറിയാമെന്ന് അശ്വിനും അഭിക്കും മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അവർക്കൊന്നും ചോദിക്കാനും പറ്റാത്ത സിറ്റുവേഷൻ ആയിരുന്നു. കിരൺ മരിച്ച കാര്യമൊന്നും ഈ അമ്മ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മകൻ വിളിച്ചിട്ട് 3-4 ദിവസമായി അവന് സുഖമാണോ എന്നൊക്കെയാണ് അവൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ആ അമ്മ തിരക്കുന്നത്. കിരണിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ അവർ അന്ന് അവിടെ ഒരു ഹോട്ടലിൽ സ്റ്റേ ചെയ്യാനായി തീരുമാനിക്കുന്നുണ്ട്. രണ്ടുപേരും 2 മുറിയെടുത്താണ് താമസിക്കുന്നത്. നമ്മുടെ അശ്വിൻ കുളിച്ചിട്ട് വെളിയിൽ ഇറങ്ങുമ്പോഴേക്കും അപ്പുറത്തെ മുറിയിൽ എന്തോ അനക്കം കേട്ടിട്ട് അശ്വിൻ അപ്പുറത്ത് ചെല്ലുമ്പോൾ രാജ്കുമാറിൻ്റെ ഗുണ്ട നമ്മുടെ അഭിയെ എടുത്തിട്ട് അടിക്കുകയാണ്. അശ്വിൻ അകത്ത് കയറുമ്പോൾ അശ്വിനെ അയാൾ ഉപദ്രവിക്കുന്നുണ്ട്. ലോക്കറിൻ്റെ കാര്യങ്ങളും അവിടുന്ന് കിട്ടിയ ഡീറ്റെയിൽസും ഒക്കെയാണ് അവർ ചോദിക്കുന്നത്. അവരതെല്ലാം അയാൾക്ക് നൽകുന്നുണ്ട്. ശേഷം എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അയാളെ അറിയിക്കാമെന്ന് പറഞ്ഞിട്ട് അയാളെ വിടുന്നു. ശേഷം അയാൾ ചോദിക്കുന്നുണ്ട് കിരണിൻ്റെ വീട്ടിൽ പോയപ്പോൾ എന്തൊക്കെ ന്യൂസ് കിട്ടിയെന്ന്. ഇത് കേൾക്കുമ്പോൾ അവർ അത്ഭുതപ്പെടുന്നുണ്ട്. ഇയാൾ നമ്മളെ ഫോളോ ചെയ്യുകയാണെന്ന് അവർക്ക് മനസ്സിലാകും. പ്രത്യേകിച്ച് വാർത്തയൊന്നും അറിഞ്ഞില്ല, കിരൺ മരിച്ചത് അവൻ്റെ അമ്മ അറിഞ്ഞിട്ടില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അയാളുടെ അടുത്ത് പറയുന്നു. അങ്ങനെ അയാൾ പോകുന്നു. എന്തുണ്ടെങ്കിലും അയാളെ വിളിച്ച് അപ്പോൾ തന്നെ പറയണമെന്ന് പറയുന്നുണ്ട്. ശേഷം ആ ലോക്കറിൽ നിന്ന് കിട്ടിയ കുറച്ച് ഫോട്ടോഗ്രാഫ്സിലെ ഒരു സ്ഥലം അഭിക്ക് അറിയാവുന്നതാണ്. അവിടെ കിരൺ സ്റ്റേ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. അങ്ങനെ ആ സ്ഥലം അറിയാവുന്നതുകൊണ്ട് തന്നെ അഭി അശ്വിനെ കൊണ്ട് അവിടേക്ക് പോവുകയാണ്. അവിടെ ഒരു വിദൂരമായ സ്ഥലമാണ്, വിജനമായ സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ നടുക്ക് ഒരു വീടുണ്ട്. ആ വീട്ടിൽ ഇവർ കയറുന്നു. അവിടെ കയറി ചെക്ക് ചെയ്യുമ്പോഴാണ് അവിടെ ആരോ താമസിച്ച പോലെ ഇവർക്ക് തോന്നുന്നത്. കാരണം പാചകം ചെയ്തിട്ടുണ്ട്, ആഹാരങ്ങൾ ബാക്കി ഇരിപ്പുണ്ട്, പിന്നെ ഉപയോഗിക്കാതെ കിടന്ന ഒരു വീട് പോലെ ആയിരുന്നില്ലത്. ആ സമയത്താണ് ആ വീട് വെളിയിൽ നിന്ന് ആരോ പൂട്ടിയിട്ട് അതിന് തീ വെക്കുന്നത്. അശ്വിനും അഭിയും അതിനകത്ത് പെട്ടുപോകുന്നുണ്ട്. അപ്പോഴാണ് ആ തീ വെച്ച ആരാണെന്ന് നമ്മളെ കാണിക്കുന്നത്. അത് മറ്റാരുമായിരുന്നില്ല, കിരണായിരുന്നു. കിരൺ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. തന്നെ പിന്തുടർന്ന് ഇവർ വരുന്നുണ്ടെന്നറിഞ്ഞിട്ട് രണ്ടിനെ വകവരുത്താൻ വേണ്ടിയിട്ടാണ് കിരൺ ആ വീടിന് തീ വെച്ചത്. പക്ഷേ അശ്വിൻ നമ്മുടെ അഭിയെ ഒരു കബോർഡിനകത്താക്കി ആ വീട് തടി കൊണ്ടായതുകൊണ്ട് തന്നെ അത് വെട്ടിപ്പൊളിച്ച് ആ കബോർഡ് എടുത്ത് വെളിയിലെറിഞ്ഞ് ആ ഗ്യാപ്പിൽ കൂടെ അശ്വിനും രക്ഷപ്പെട്ടു പോകുന്നു. അങ്ങനെ അഭി ബോധം കെട്ട് വീഴുന്നു. അവളെ ഹോസ്പിറ്റലിലാക്കുന്നുണ്ട്. ഇതറിഞ്ഞിട്ട് ഋതുവും അവിടേക്ക് വരുന്നു. കാര്യങ്ങളൊക്കെ ഇത് അനലൈസ് ചെയ്യുമ്പോൾ അശ്വിന് തോന്നുന്നുണ്ട് കിരൺ മരിച്ചിട്ടില്ല, കിരൺ തന്നെ ആയിരിക്കണം നമ്മളെ പുറത്തു നിന്ന് തീ വെച്ച് കൊല്ലാൻ ശ്രമിച്ചതെന്ന്. പക്ഷേ അഭി ഋതു ഇത് കേട്ട് ഞെട്ടുന്നു. അവൻ മരിച്ചതല്ലേ, അവൻ്റെ ബോഡി നമ്മൾ കണ്ടതല്ലേ എന്ന്. പക്ഷെ അവൻ പറയുന്നു നിങ്ങൾ അവൻ്റെ ID കാർഡ് കണ്ടല്ലേ അവനെ തിരിച്ചറിഞ്ഞത്, അല്ലാതെ മുഖം കണ്ടിട്ടല്ലല്ലോ. സോ ഇത് കിരൺ ആവാൻ തന്നെയാണ് ചാൻസ് എന്ന് പറയുന്നു.
പക്ഷേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കാൻ അബിക്കറിയാവുന്ന മുഴുവൻ കാര്യങ്ങളും എന്നോട് പറയണമെന്ന് അശ്വിൻ പറയുന്നു. അപ്പോഴാണ് അബി സമ്മതിക്കുന്നത് SP അറുമുഖവുമായിട്ട് കിരണിനുള്ള ഡീലും അത് ഹാർഡ് ഡിസ്കിൽ കോപ്പി ചെയ്തിട്ടുള്ള കാര്യങ്ങളും ഒക്കെ അബിക്ക് അറിയാമായിരുന്നു. കാരണം ഇവരുടെ റിലേഷൻ കുറച്ചുകൂടെ ക്ലോസ് എന്ന രീതിയിൽ കിരൺ ഇടപെട്ടപ്പോൾ നമ്മുടെ ഫ്യൂച്ചർ എടുത്ത് എനിക്ക് പേടിയുണ്ടെന്ന് പറഞ്ഞപ്പോൾ കിരൺ കുറച്ച് കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു. നമ്മുടെ രണ്ടുപേരുടെയും ഫ്യൂച്ചർ എന്താവുമെന്ന് എനിക്ക് നല്ലപോലെ പേടിയുണ്ട്. എനിക്കെങ്കിലും പുറത്ത് എവിടെയെങ്കിലും പോയി സെറ്റിലാകണമെന്നാണ് ആഗ്രഹം. ഇതൊരു ഇല്ലീഗൽ കമ്പനി ആയതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾക്ക് ഒരു ഫ്യൂച്ചർ ഉണ്ടാവില്ല എന്ന് അബി പറയുന്നു. ഇത് കേൾക്കുമ്പോഴാണ് കിരൺ പറയുന്നത് SP മുരുകദാസ് എനിക്കിതുപോലൊരു ഓഫർ തന്നിരുന്നുവെന്ന്. സോ അത് കേൾക്കുമ്പോൾ അബിക്ക് ചെറുതായിട്ട് പേടിയാവുന്നുണ്ട്. പക്ഷേ കിരൺ പറയുന്നുണ്ട് SP മുരുകദാസ് നമുക്ക് രണ്ടുപേർക്കും പുറത്തെവിടെയെങ്കിലുമുള്ള വർക്ക് വീസ ശരിയാക്കി തരും. അപ്പോൾ അബി ചോദിക്കുന്നു എങ്ങനെ SP അത് ശരിയാക്കാൻ പറ്റുമെന്ന്. അപ്പോഴാണ് കിരൺ പറയുന്നത് ഇതിൻ്റെ പിന്നിലെല്ലാം കളിക്കുന്നത് ED ആണെന്ന്. അതുകൊണ്ട് തന്നെ എംബസിയിൽ എവിടെയെങ്കിലും ഒരു ജോലി അവർ ഉറപ്പാക്കി തരുമെന്ന്. പിന്നെ അബിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ED ഇപ്പം ഇതിനു വേണ്ടി ഇറങ്ങിയിരിക്കുന്നത് ഒപ്പോസിഷൻ പാർട്ടിയെ തകർക്കാൻ വേണ്ടിയിട്ടാണ്. അവരിൽ ആരെങ്കിലും ബ്ലാക്ക് മണി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവരുടെ രാഷ്ട്രീയ ഭാവി നശിപ്പിക്കാൻ വേണ്ടിയാണ്. ഇനി ഏതെങ്കിലും കാരണവശാൽ ഇവർ ഒന്നിക്കുകയാണെങ്കിലോ എന്ന് അബി ചോദിക്കുമ്പോൾ കിരൺ പറയുന്നു അതോർത്ത് നീ പേടിക്കേണ്ട, ഞാൻ എന്തായാലും ഈ ഒഫീഷ്യൽ ഡേറ്റാസ് ഡൗൺലോഡ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് $1 million ഞാൻ കമ്പനിയിൽ നിന്ന് എടുക്കുമെന്ന്. അത് കേൾക്കുമ്പോൾ അശ്വിൻ ചോദിക്കുന്നുണ്ട് അത് അത്ര എളുപ്പമാണോ എന്ന്. അപ്പം അബി പറയുന്നു ഒഫീഷ്യൽ ഡേറ്റ ഡൗൺലോഡ് ചെയ്യുന്നതിലും എളുപ്പമാണ് അവിടുന്ന് ക്യാഷ് എടുക്കാൻ, കാരണം ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത് കിരണാണ്. പക്ഷേ ഈ ഡൗൺലോഡ് ചെയ്ത ഡേറ്റ എൻക്രിപ്റ്റ് ചെയ്യാൻ ഒരാൾ വേണം. അതിന് അനന്തുവിൻ്റെ സഹായമാണ് നമ്മുടെ കിരൺ അൻപിയോട് ചോദിക്കാൻ പറയുന്നത്. കാരണം അബിയും അനന്തുവും തമ്മിൽ നല്ല കോണ്ടാക്റ്റാണ്. പക്ഷേ അനന്തുവിന് കിരണിനെ അത്ര കണ്ടുകൂടാ. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ അബി അനന്തുവിനെ സമ്മതിപ്പിക്കുകയാണ്. സോ അടുത്ത ദിവസം അനന്തു എന്ന് പറയുന്നുണ്ട് തനിക്ക് തൻ്റെ ലാപ്ടോപ്പിൽ ഇതൊന്നും ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് മറ്റൊരാളുടെ ലാപ്ടോപ്പ് എനിക്ക് തരണമെന്ന്. സോ നമ്മുടെ അബി പറയുന്നുണ്ട് നമുക്ക് കിരണിൻ്റെ ലാപ്ടോപ്പ് എടുക്കാമെന്ന്. അപ്പോൾ അനന്ത് ചോദിക്കുന്നു കിരണിനെ എന്തിനാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതെന്നൊക്കെ. കാരണം അനന്തുവിന് കിരണിനെ അത്ര വിശ്വാസമില്ലായിരുന്നു. ഡൗൺലോഡ് ചെയ്ത് തന്നാൽ ഉടനെ $1 കോടി തൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടുതരണം എന്ന വാക്കിന്മേൽ അനന്തു ഇത് എൻക്രിപ്റ്റ് ചെയ്യാനായി റെഡിയാകുകയാണ്. അങ്ങനെ കിരണും അബിയും അനന്തും ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ച് മീറ്റ് ചെയ്യുന്നു. ആ ടൈമിൽ ഡേറ്റാസ് എല്ലാം ഡൗൺലോഡ് ചെയ്തത് എൻക്രിപ്റ്റ് ചെയ്ത് അനന്തു അവൻ്റെ ലാപ്ടോപ്പിൽ കാണിക്കുന്നുണ്ട്. എന്നിട്ട് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാൻ വരുമ്പോൾ അതിന് കുറച്ച് സമയം എടുക്കുമെന്ന് പറയുന്നു. ഇത് കേൾക്കുമ്പോൾ അനന്തുവിന് ദേഷ്യമായിട്ട് അവൻ ആ ഡോങ്കിൾ അവിടെ ഇട്ടിട്ട് പോവുകയാണ്. അതിനുശേഷം അബി ചോദിക്കുന്നുണ്ട് നീ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാണിച്ചതെന്ന്. അത് കാണുമ്പോൾ അബിക്ക് ചെറിയൊരു ടെൻഷൻ ആവുന്നതുകൊണ്ട് ഇവൻ തന്നെയും ചതിക്കുമോ എന്ന്. അങ്ങനെ കഥകളെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് അബി പറയുകയാണ് പക്ഷേ കിരൺ ഒരിക്കലും ജീവിച്ചിരിപ്പുണ്ട് എന്ന കാര്യം എനിക്ക് അറിയാമായിരുന്നില്ല എന്ന്. പിന്നീട് കാണിക്കുന്നത് കിരണിനെയാണ്. കിരൺ തൻ്റെ ക്ലോസ് ഫ്രണ്ടായ പ്രകാശിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് നമ്മുടെ ഹാർഡ് ഡിസ്കുമായിട്ട്. കാര്യങ്ങളെല്ലാം സെറ്റിൽ ചെയ്യാൻ ചോദിക്കുമ്പോൾ കിരൺ പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ടെന്ന്. നിനക്ക് നിന്റെ കാമുകി ഒരു പണി തന്നുവല്ലേ എന്ന് പ്രകാശ് കിരണിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ഇതിനെല്ലാം ഞാൻ പകരം വീട്ടുമെന്ന് കിരൺ മറുപടി പറയുന്നു. പിന്നെ കാണിക്കുന്നത് ഋതു ഒരു ലിഫ്റ്റിൽ കയറുന്നതാണ്. അപ്പോഴാണ് അടുത്ത സർപ്രൈസ്. ആ ലിഫ്റ്റിൽ നമ്മുടെ രാജ്കുമാറിൻ്റെ ഗുണ്ടയുണ്ടായിരുന്നു. സോ ഋതു അയാളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്, കിരണിൻ്റെ കാര്യങ്ങൾ അബി പറഞ്ഞു തന്നതൊക്കെ. ഇതിനർത്ഥം ഋതു രാജ്കുമാറിന് എല്ലാ കാര്യങ്ങളും അബിയിൽ നിന്ന് ചോർത്തി കൊടുക്കുന്നുണ്ടായിരുന്നുവെന്നാണ്. പോലീസിൽ നിന്നും രാജ്കുമാറിൽ നിന്നുമൊക്കെ ഒളിഞ്ഞ് ഒന്ന് താമസിക്കുന്നതായിരിക്കും നല്ലത് എന്ന് അശ്വിൻ പറയുകയാണ്. എന്നാലേ സത്യങ്ങളൊക്കെ മനസ്സിലാക്കി ആ ഹാർഡ് ഡിസ്ക് ഒക്കെ കൈക്കലാക്കാൻ സാധിക്കുള്ളൂ. സോ അതിനുവേണ്ടി അശ്വിൻ്റെ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു ഫ്രണ്ടിൻ്റെ റിസോർട്ടിലേക്ക് പോവുകയാണ്. അവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ മറ്റാളുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു പെയിൻ്റ് അടിക്കാരനും അതുപോലെ ചെറിയ പണിക്കാരും മാത്രമേ പകലുണ്ടായിരുന്നുള്ളൂ. ഈ സമയത്ത് കിരൺ താൻ പുറത്തുപോയി സെറ്റിലാവുന്ന കാര്യവും അതുപോലെ തന്നെ പ്രകാശിന് ഇതിനകത്തുള്ള നേട്ടം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ബ്ലാക്ക് മണി വെളുപ്പിക്കുന്ന ആളാണ്. സോ രാജ്കുമാറിൻ്റെ ക്ലയൻസിൻ്റെ ഡേറ്റ കിട്ടിക്കഴിഞ്ഞാൽ പ്രകാശിന് അത് നല്ല ഗുണമുണ്ടാവും. അപ്പോഴാണ് ഇവരുടെ ഒരു ഫ്രണ്ട് വന്ന് പറയുന്നത് ആ ഡേറ്റ എൻക്രിപ്റ്റഡ് ആയിട്ടില്ല എന്ന്. ഇതറിയുമ്പോൾ കിരൺ ശരിക്കും ദേഷ്യം വരുന്നു. ആ ഡേറ്റാസ് കംപ്ലീറ്റ് ആയിട്ട് ഇവർക്ക് കാണാൻ പറ്റണമെങ്കിൽ നമ്മുടെ അനന്തുവിൻ്റെ കയ്യിൽ ഒരു കീ പാസ്വേഡ് ഉണ്ട്. അത് കിട്ടിയാൽ മാത്രമേ ഇതെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. സോ $1 കോടി കിരൺ കൊടുക്കാത്തത് കൊണ്ട് തന്നെയാണ് അവൻ ഇങ്ങനെ ഒരു പണി ഒപ്പിച്ചത്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ പ്രകാശിന് ദേഷ്യം വരുന്നുണ്ട്. നിന്റെ അത്യാർത്ഥി മൂലം എല്ലാവർക്കും പണി കിട്ടുന്നുവെന്ന് പറഞ്ഞ് അവനെ വഴക്ക് പറയുന്നു. പ്രകാശ് കുറച്ച് ഗുണ്ടകളെ അനന്ത് താമസിക്കുന്ന സ്ഥലത്തേക്ക് വിടുന്നുണ്ട്. പക്ഷേ ഇതറിഞ്ഞ അനന്തു അവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നു. എസ്കേപ്പ് ആയെന്ന് അറിഞ്ഞിട്ട് പ്രകാശ് അനന്തുവിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. വിളിച്ചിട്ട് ആ $1 കോടി നിനക്ക് തരാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അനന്തുവിന് മനസ്സിലാവുന്നു ഇത് തനിക്കിട്ട് എന്തോ ഒരു പണിയാണെന്ന്. അപ്പോൾ അവൻ സിമ്മെല്ലാം ഊരിക്കളയുന്നു. ഇത് കേൾക്കുമ്പോൾ കിരൺ പറയുന്നുണ്ട് നീ ആ $1 കോടി കാരണം പറഞ്ഞുകൊണ്ടാണ് അവൻ കോൾ കട്ടാക്കിയതെന്ന്. പിന്നീട് അശ്വിൻ വന്ന് അബിയുടെ അടുത്ത് പറയുന്നുണ്ട് അനന്തുവിനെ എത്രയും വേഗം കണ്ടെത്തണം, കാരണം ചിലപ്പോൾ അവന് കിരണിൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ സാധിക്കുമായിരിക്കും. കാരണം അവരുടെ ഡേറ്റാസ് ആണല്ലോ കിരണിൻ്റെ ലാപ്ടോപ്പിലേക്ക് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയും ചില ടെക്നിക്കൽ ഹെൽപ്പ് ഉപയോഗിച്ച് നമുക്കത് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നു. ഋതു പറഞ്ഞ കാര്യങ്ങളൊക്കെ രാജ്കുമാറിൻ്റെ ഗുണ്ട രാജ്കുമാറിനോട് പോയി പറയുകയാണ്. കിരൺ ജീവിച്ചിരിപ്പുണ്ടെന്നും അതുപോലെ തന്നെ ED ഇതിൻ്റെ പിന്നിൽ ഉണ്ടാവുമെന്നും ഉള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും.
ഇതിനിടയ്ക്ക് പോലീസ് ഇവരുടെ ലൊക്കേഷൻ മനസ്സിലാക്കി ഇവരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നു. സിമ്മൂരി കളഞ്ഞു എന്ന് കരുതി ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ പാടൊന്നുമില്ലെന്ന് നമ്മുടെ SP മുരുകദാസ് അവരുടെ അടുത്ത് പറയുന്നുണ്ട്. ഇതുവരെ ഇവർ കണ്ടുപിടിച്ച കാര്യങ്ങളൊക്കെ SP-യുടെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോഴാണ് ഋതു രാജ്കുമാറിൻ്റെ ആളാണ്, അതോടൊപ്പം അവൾ കോൾ ചെയ്ത കുറച്ച് റെക്കോർഡിങ്സും ഇവരെ കേൾപ്പിക്കുന്നു. അപ്പോൾ ഋതു പറയുന്നു തൻ്റെ സിസ്റ്ററിനെ അവർ റേപ്പ് ചെയ്യും എന്ന് ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് മാത്രമാണ് താൻ ഇതിന് കൂട്ടുനിന്നതെന്ന്. അതുപോലെ തന്നെ അബിയോട് ചോദിക്കുന്നുണ്ട്, ട്രെയിൻ മറിഞ്ഞ രാത്രി ആ ലൊക്കേഷനിൽ നിങ്ങളുടെ കാറ് കണ്ടിരുന്നല്ലോ, നിങ്ങൾ എവിടേക്ക് പോയതാണെന്ന്. സത്യം പറയുമ്പോൾ അബി പറയുന്നുണ്ട്, ഒരു ദിവസം രാത്രി അത്യാവശ്യമായി എവിടെയോ പോകണമെന്ന് പറഞ്ഞ് കിരൺ തന്നെ വിളിച്ചിരുന്നു. അബിയുടെ കാറിലാണ് അവർ പോയത്. പോയ വഴിക്ക് SP സാർ ഒരു ലൊക്കേഷൻ അയച്ച് അവിടേക്ക് വരാൻ പറയുന്നുണ്ട്. സോ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഞാൻ നോക്കട്ടെ സാറ് വന്നു എന്ന് പറഞ്ഞ് കിരൺ കാറിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. പക്ഷേ മിററിൽ കൂടെ അബി കാണുന്നുണ്ട് തല്ലെ കൊല്ലാനായി അവൻ കയറെടുക്കുന്നത്. സോ ഇത് കാണുന്ന അബി പെട്ടെന്ന് തന്നെ അവിടെ കാട്ടിലേക്ക് ഓടി രക്ഷപ്പെടുകയാണ്. കിരൺ വരുമ്പോൾ കാറിൽ ആളില്ല. അവൻ കാട്ടിലേക്ക് ചെല്ലുമ്പോഴേക്കും അവൾ ഒരിടത്ത് പാത്ത് പതുങ്ങിയിരുന്നിട്ട് ഒരു തടിക്കഷ്ണം എടുത്ത് കിരണിൻ്റെ തലയിലടിച്ച് അവളുടെ ബോധം കെടുത്തുന്നു. സോ മരിച്ചു പോയെന്ന പേടിയിൽ അവൾ ഇറങ്ങി പുറത്തേക്ക് വരുമ്പോഴാണ് അവിടെ ആളുകളെയൊക്കെ രക്ഷിക്കുന്ന കാഴ്ച അവൾ കാണുന്നത്. അപ്പോൾ തന്നെ ആ ബോഡി വലിച്ചെടുത്ത് വന്നിട്ട് അവൾ ആ പുഴയിലേക്ക് എറിയുന്നതാണ്. കൂടെ അവൻ്റെ ID കാർഡും എല്ലാം വെറുതിരുന്നു, കാരണം ഇവനാണ് മരിച്ചത് എന്ന് തെളിയിക്കാൻ വേണ്ടി. ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന അശ്വിൻ്റെയും ഋതുവിൻ്റെയും കിളി പറന്നു പോവുകയാണ്. ഇത്രയും കാര്യങ്ങൾ ഇവൾക്ക് അറിയാമായിരുന്നല്ലോ ഓർത്ത് അവർ തന്നെ അത്ഭുതപ്പെടുന്നു. ഇത് കേട്ടുകൊണ്ടിരുന്ന അശ്വിൻ പറയുന്നുണ്ട്, ഇനിയും ഇവർക്ക് എൻ്റെ ആവശ്യമില്ലെന്ന് തോന്നുന്നു. രണ്ടുപേർക്കും ഇഷ്ടംപോലെ സസ്പെൻസും സർപ്രൈസസും ഒക്കെ ഉണ്ടാകും. ഇത് കേൾക്കുമ്പോൾ പോലീസ് പറയുന്നുണ്ട്, അങ്ങനെയല്ല, ഇനിയാണ് ഇവർക്ക് നിങ്ങളുടെ ആവശ്യമുള്ളത്. നീ ഇവരുടെ തന്നെ ഉണ്ടായിരിക്കണമെന്ന് അശ്വിൻ്റെ അടുത്ത് SP പറയുകയാണ്. പുറത്തിറങ്ങിക്കഴിഞ്ഞ് ഋതു അബിയുടെ അടുത്ത് സോറി പറയുന്നുണ്ട്. അപ്പോൾ അബി പറയുന്നുണ്ട്, അത് സാരമില്ല, എനിക്ക് നിൻ്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമെന്ന്. കാറിൽ കയറി കഴിയുമ്പോൾ അശ്വിൻ ഇവരുടെ അടുത്ത് പറയുന്നുണ്ട്, ഇനി കൂടുതൽ രഹസ്യങ്ങളൊന്നും പാടില്ല എന്ന്. പോലീസിനെ കാണാൻ പോയെന്നറിഞ്ഞിട്ട് രാജ്കുമാർ ഋതുവിനെ ഫോൺ വിളിക്കുകയാണ്. അവൾ ഫോൺ സ്പീക്കറിലിട്ടിട്ട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ അയാളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പോലീസ് സത്യമെല്ലാം അറിഞ്ഞ കാര്യമൊന്നും ഋതു പറയുന്നില്ല. ഈ ടൈമിൽ അനന്തു അബിക്ക് Google Pay വഴി മെസ്സേജ് അയക്കുന്നുണ്ട്, മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അബി അനന്തുവിന് മീറ്റ് ചെയ്യാനുള്ള ലൊക്കേഷൻ സെൻഡ് ചെയ്ത് കൊടുക്കുന്നു. സോ അവിടെ ചെന്ന് അനന്തുവിൻ്റെ അടുത്ത് കാര്യങ്ങളെല്ലാം പറയുമ്പോൾ അനന്തുവിന് ഇതൊന്നും വിശ്വാസമാകില്ല. ഈ സമയത്ത് അനന്തു പറയുന്നുണ്ട്, തനിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്, രാജ്കുമാറിൻ്റെ ആളുകൾ തന്നെ എവിടെ വെച്ച് കണ്ടാലും കൊല്ലാൻ നടക്കുകയാണെന്ന്. അതുപോലെ തന്നെ കിരണിന് ആ ഡോക്യുമെൻറ്റ്സ് ഒന്നും ഡൗൺലോഡ് ചെയ്ത് ഷെയർ ചെയ്യാൻ പറ്റില്ല, കാരണം അതിൻ്റെ കീ പാസ്വേഡ് എൻ്റെ കയ്യിലാണുള്ളതെന്ന്. ഈ സമയത്താണ് നമ്മുടെ പ്രകാശ് വിട്ട ആളുകൾ അനന്തുവിനെ തട്ടിക്കൊണ്ട് പോകാനായി അവിടേക്ക് വരുന്നത്. സോ പിന്നീട് അവിടെ ഒരു ഫൈറ്റ് നടക്കുകയാണ്. ഈ ടൈമിൽ തന്നെ നമ്മുടെ ഭാഗ്യരാജിൻ്റെ ഗുണ്ട അവിടേക്ക് വരുന്നുണ്ട്. ആ ഗുണ്ട മറ്റേവരെയെല്ലാം അഴിച്ചിടുന്ന സമയത്ത് ഋതു പോയി ഇവരുടെ വണ്ടി എടുത്തുകൊണ്ട് വന്ന് അതിൽ കയറി രക്ഷപ്പെടാൻ നോക്കും. എല്ലാവരെയും രക്ഷപ്പെടുത്താൻ വേണ്ടി. അങ്ങനെ അവരെല്ലാം കാറിൽ ഓടിക്കേറുന്ന സമയത്ത് അനന്തുവിന് ഒരു വെടി കൊള്ളുകയാണ്. പ്രകാശ് തൻ്റെ ഗുണ്ടകളെല്ലാം വഴക്ക് പറയുന്നുണ്ട്, ജീവനോടാണ് അവനെ പിടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞത് എന്ന് പറയും. ഈ ടൈമിൽ നമ്മുടെ ഭാഗ്യരാജിൻ്റെ ഗുണ്ട അവിടെ പോയി എല്ലാ വിവരങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ അനന്തു എവിടെ പോയെന്ന് അവർക്കും അറിയില്ലല്ലോ. അങ്ങനെ ആ ടൈമിൽ ഋതുവിനെ അവർ ഫോൺ വിളിക്കുകയാണ്. സോ പോലീസിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ ഋതു എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു. ഇതുപോലെ അനന്തുവിൻ്റെ കയ്യിലുള്ള ആ ഡോങ്കിൾ ഉണ്ടെങ്കിൽ മാത്രമേ കിരണിൻ്റെ ഡേറ്റാസ് എല്ലാം ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ എന്ന കാര്യം രാജ്കുമാറിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നു. സോ എത്രയും പെട്ടെന്ന് ആ ഡോങ്കിൾ കണ്ടുപിടിക്കണം, കിരണിനെ കൊന്നേക്കാനും നമ്മുടെ ഗുണ്ടയുടെ അടുത്ത് രാജ്കുമാർ പറയുന്നുണ്ട്. ആ ടൈമിലാണ് മറ്റൊരു ട്വിസ്റ്റ്. ആ അടിക്കിടയിൽ അബിയുടെ കയ്യിൽ ആ ഡോങ്കിൾ അനന്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ഈ കാര്യം അബി പോലീസിൻ്റെ അടുത്തും പറയുന്നില്ല. അശ്വിൻ അത് കേൾക്കുമ്പോൾ പറയും അത് നന്നായെന്ന്, നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞിട്ട് മൂവരും അവർ വീട്ടിലേക്ക് പോവുകയാണ്. അതുമാത്രമല്ല, ഇപ്പോൾ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ അനന്തുവിനെ കൊല്ലാനും ചാൻസ് ഉണ്ട്. സോ അനന്തുവിൻ്റെ ജീവൻ രക്ഷിക്കുക എന്നുള്ളത് പോലീസിൻ്റെയും പ്രകാശിൻ്റെയും ഒക്കെ ആവശ്യമായി മാറും. അബി പ്രകാശിന് മെസ്സേജ് അയക്കുന്നുണ്ട്, ഡോങ്കിൾ എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ട്. ആ ടൈമിൽ പ്രകാശ് അവളെ വീഡിയോ കോൾ വിളിക്കുന്നു. പക്ഷേ നമ്മുടെ കിരൺ അതിനെ എതിർക്കുന്നുണ്ട്. എങ്കിലും പ്രകാശ് വിളിച്ചു നോക്കുകയാണ്. വിളിക്കുന്ന സമയത്ത് അബി പറയും, ഡോങ്കിൾ ഞാൻ തരാം, എനിക്ക് 1 കോടിക്ക് ഇക്വലൻ്റ് ആയിട്ടുള്ള ഡോളേഴ്സും വേണം, അതുപോലെ തന്നെ കിരണിനെയും വേണം എന്ന് പറയുകയാണ്. അപ്പോൾ പ്രകാശ് പറയും, മരിച്ച ആളെ ഞാൻ എങ്ങനെ കൊണ്ടുവരാനാണെന്ന് ചോദിക്കും. അപ്പോൾ അബി പറയുന്നു, സോറി എന്നാൽ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു. ഈ ടൈമിൽ കിരൺ പറയുന്നുണ്ട്, നീ പേടിക്കേണ്ട, ആവശ്യം അവളുടെ ആണല്ലോ, അതുകൊണ്ട് അവൾ എന്തായാലും വിളിക്കുമെന്ന്. പക്ഷേ എത്ര നേരം വെയിറ്റ് ചെയ്തിട്ടും അബി നമ്മുടെ പ്രകാശിനെ വിളിക്കുന്നില്ല. മാത്രമല്ല അശ്വിൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കാനും പറയുന്നു. അങ്ങനെ അബി ഇത് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുകയാണ്. പിന്നീട് പ്രകാശ് വിളിക്കാൻ നോക്കുമ്പം ഇവളെ കിട്ടുന്നില്ല. അപ്പോൾ പ്രകാശ് വീണ്ടും കിരണിനോട് വഴക്കുണ്ടാക്കുന്നു. നീ പറയുന്നത് കേട്ട് എന്ത് ചെയ്താലും എനിക്ക് പ്രശ്നങ്ങളാണെന്നും പറയും.
പിന്നീട് അഭി സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ പ്രകാശിൻ്റെ ധാരാളം മെസ്സേജുകൾ കാണും. സോ അവൾ റിപ്ലൈ കൊടുക്കും. ആ ടൈമിൽ തന്നെ പ്രകാശ് തിരിച്ച് അഭിയെ ഫോൺ വിളിച്ചിട്ട് നിന്റെ ഡീലിനൊക്കെ ഞാൻ സമ്മതമാണ്, നീ ഒരു ലൊക്കേഷൻ പറയൂ, അവിടേക്ക് ഞാൻ എത്താമെന്നും പറയും. അങ്ങനെ അവർ തീരുമാനിച്ച ലൊക്കേഷനിലേക്ക് അഭിയും അശ്വിനും എത്തുന്നു. അതുപോലെ തന്നെ ഋതുവിൻ്റെ അടുത്ത് ഈ കാര്യങ്ങളെല്ലാം രാജ്കുമാറിൻ്റെ അടുത്ത് പറയണമെന്ന് പറഞ്ഞ് അവളെ വിടുന്നുണ്ട്. ആ സമയത്തേക്ക് തന്നെ നമ്മുടെ പ്രകാശും അവിടേക്ക് വരികയാണ്. വേഷം അറിയാണ് പ്രകാശ് വരുന്നത്. പ്രകാശ് വന്നിട്ട് കാശ് കൊടുക്കുകയാണ്. ആ ടൈമിൽ തന്നെ ഡോങ്കിൾ കുത്തിയിട്ട് ഡേറ്റാസ് എല്ലാം ഡൗൺലോഡ് ചെയ്ത് അഭി കാണിക്കുന്നുണ്ട്. സോ പക്ഷേ ഡോങ്കിൾ അവളുടെ കയ്യിൽ കൊടുക്കുന്നില്ല. അവൾ ഇതിൻ്റെ ഒരു കോപ്പി വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. സോ ആദ്യം കോപ്പി തരാൻ പറയും. കോപ്പി കൊടുത്തു കഴിയുമ്പോൾ കിരൺ എവിടെയും ചോദിക്കുമ്പോൾ പുറകിൽ തട്ടമിട്ട് വന്നിരിപ്പുണ്ടായിരുന്നു കിരൺ. വേഷം മാറി വന്നതാണ്. അങ്ങനെ അവനും അവിടെ വന്നിരുന്നിട്ട് ഇവൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവളുടെ കയ്യിൽ കൊടുക്കുന്നു. എന്നിട്ട് ഡോങ്കിൾ അഭി പ്രകാശിൻ്റെ കയ്യിൽ കൊടുക്കുന്നു. പ്രകാശ് എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ തമ്മിൽ സംസാരിക്കാൻ. അങ്ങനെ നമ്മുടെ കിരൺ അഭിയുടെ അടുത്ത് ചോദിക്കുകയാണ് നിനക്ക് എന്തിനാണ് ഈ കാര്യങ്ങൾ എന്നൊക്കെ. അവൻ്റെ കയ്യിലൊരു തോക്കുണ്ടായിരുന്നു. അത് വെച്ച് അവളെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പ്രകാശിനെ വെളിയിൽ ആരോ വെടിവെച്ചിടും. ഇത് കണ്ടിട്ട് അവിടെ ഫുൾ ഫൈറ്റായിട്ട് അഭി എഴുന്നേറ്റ് ഓടും. അതുപോലെ തന്നെ കിരൺ അഭിയെ കൊല്ലാനായി പുറകിനോടും. ഇതെല്ലാം കണ്ടിട്ട് അശ്വിൻ ഇവരുടെ പുറകിനോടും. അങ്ങനെ ആകെ ഫൈറ്റാവും. ഫൈറ്റിനൊടുവിൽ കിരണും അതുപോലെ തന്നെ അഭിയും നേർക്കുനേർ വരും. ആ ടൈമിൽ കിരണിൻ്റെ തോക്ക് താഴെ വീണതെടുത്ത് അഭി കിരണിന് നേരെ ചൂണ്ടുമ്പോൾ അവൻ പറയുന്നു അതിൽ ഉണ്ടയില്ലെന്ന്. അതുപോലെ ആറ്റിൽ നിന്ന് കിട്ടിയ ബോഡി കിരണിനെ രക്ഷിച്ച വള്ളക്കാരൻ്റെ ആയിരുന്നു. രക്ഷിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ കിരൺ അയാളെ കൊന്ന് പുഴയിൽ തട്ടിയിരുന്നു, തൻ്റെ ID കാർഡ്സ് എല്ലാം അതിൽ വെച്ചിട്ട്. രാജ്കുമാറിൻ്റെ ഗുണ്ടകളായിരുന്നു നമ്മുടെ പ്രകാശിനെ കൊന്നത്. അയാളപ്പം വീണ്ടും വന്നിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കെ നമ്മുടെ കിരണിനെയും വെടിവെച്ച് കൊല്ലുന്നുണ്ട്. പിന്നെ നമ്മുടെ അഭിയെ കൊല്ലാൻ നേരം അശ്വിൻ ഓടി വന്ന് അയാളെ ചെറുതായി തട്ടിയിട്ടതിന് ശേഷം അഭിയെ രക്ഷിക്കുന്നു. ആ ടൈമിൽ പോലീസ് വന്നിട്ട് രാജ്കുമാറിൻ്റെ ഗുണ്ടയും അതുപോലെ തന്നെ കിരണിൻ്റെ ബോഡിയും കൊണ്ടുപോവുകയാണ്. ശേഷം അശ്വിനും അഭിയും നമ്മുടെ SP കാണാനായി വരുന്നുണ്ട്. അപ്പോൾ SP അഭിയുടെ അടുത്ത് പറയുന്നു നിന്റെ ശരിക്കുള്ള പേര് അഭിരാമി എന്നല്ല അഞ്ജലി എന്നല്ലേ എന്ന്. അപ്പോൾ ആസിഫ് അലി നമ്മുടെ അശ്വിൻ പിന്നെയും ഞെട്ടുകയാണ്. ഞെട്ടി അശ്വിൻ രൂപാട് വന്നിട്ട് അങ്ങനെ അഭിരാമി അവളുടെ കഥ പറയുകയാണ്. അവളും അച്ഛനും അമ്മയും ചേച്ചിയും എല്ലാവരും ബഹ്റിനിലായിരുന്നു താമസിച്ചിരുന്നത്. അച്ഛനൊരു ആക്സിഡന്റ് പറ്റി മരിച്ചതിന് ശേഷം അമ്മയായിരുന്നു ഇവരെ നോക്കിയിരുന്നത്. ആ ടൈമിൽ ഇവളും ഇവളുടെ സിസ്റ്ററും കൂടി ടെറസിലിരിക്കുന്ന സമയത്ത് 2 ആൺകുട്ടികൾ വന്ന് ഇവൾക്ക് ചോക്ലേറ്റ് കൊടുത്തിട്ട് ഇവളുടെ സിസ്റ്ററിനെ റേപ്പ് ചെയ്യുകയാണ്. അങ്ങനെ റേപ്പ് ചെയ്ത് കുറച്ചു നാൾ കഴിഞ്ഞ് മാനസിക സംഘർഷം മൂലം ഇവരുടെ ചേച്ചി ആത്മഹത്യ ചെയ്യുന്നു. പിന്നീട് അമ്മ അഭിരാമിയെ കൊണ്ട് നാട്ടിലേക്ക് വരികയാണ്. ഒരു രോഗിയായിട്ടായിരുന്നു അവർ നാട്ടിലേക്ക് വന്നത്. സോ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അവരും മരണപ്പെട്ടു. സോ തൻ്റെ കുടുംബം മൊത്തം താറുമാറാക്കിയ ആ 2 ആണുങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ശരിക്കും അഭിരാമി കോയമ്പത്തൂരിലേക്ക് വന്നത്. അതിലൊരാളാണ് കിരൺ ജോലി ചെയ്യുന്ന സ്ഥലവും കമ്പനിയൊക്കെ കണ്ടുപിടിച്ച് അവിടെ തന്നെ കയറിപ്പറ്റി അവനോട് കൂട്ടുകൂടിയത് അഭി തന്നെയായിരുന്നു. ഇതെല്ലാം അഭിയുടെ ഒരു മാസ്റ്റർ പ്ലാൻ ആയിരുന്നു. അഭിയുടെ ക്ലോസ് ഫ്രണ്ടിനെയും കൂടെ കണ്ടുപിടിച്ചിട്ട് അവനെയും കൊല്ലാൻ തന്നെയായിരുന്നു നമ്മുടെ അഭിയുടെ പ്ലാൻ. ഇതെല്ലാം കേട്ട് അശ്വിൻ വാവിളിച്ചിരിക്കുകയാണ്. SP പറയുന്നുണ്ട് നമ്മൾ വിചാരിച്ചു നമുക്കാണ് അഭിയെ കൊണ്ട് ആവശ്യമെന്ന്. ശരിക്കും അഭിയാണ് നമ്മളെ ഉപയോഗിച്ചുകൊണ്ട് അവളുടെ കാര്യങ്ങളെല്ലാം നടത്തിയെടുത്തതെന്ന്. SP പറയുന്നുണ്ട് ഇവളെ അന്ന് ആ ട്രെയിൻ പാളം പറഞ്ഞ ലൊക്കേഷനിൽ ഇവളുടെ കാർ കണ്ടതിൽ പിന്നെ ഇവളെ പറ്റി ഡീറ്റെയിൽഡായിട്ട് അന്വേഷിച്ചിട്ടാണ് ഇവർക്ക് ഇതെല്ലാം കണ്ടുപിടിക്കാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കിരണിൻ്റെ ഫോണിൽ അഭി ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ലൊക്കേഷൻ ട്രേസ് ചെയ്യുന്നതും ചാറ്റ്സ് എല്ലാം കിട്ടുന്നതും അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും അറിയുന്നതും. സോ അങ്ങനെ ഇവരുടെ പ്ലാൻ ഇവൾ നേരത്തെ അറിഞ്ഞിരുന്നു. കൂടാതെ ഇവളെ കൊല്ലാൻ ഇവർക്കൊരു പ്ലാൻ ഉണ്ടെന്നും അറിഞ്ഞിരുന്നു. അന്ന് തന്നെ കിരണിലെ വീട്ടിലേക്ക് വിളിച്ചിട്ട് ഒരു മയക്കുമരുന്ന് വെള്ളത്തിൽ കൊടുത്ത് അവനെ ബോധം കെടുത്തും. അതിനുശേഷം മസിൽസ് എല്ലാം ഫ്രീസായി പോകുന്ന ഒരു മരുന്ന് അവൻ്റെ ദേഹത്ത് ഇഞ്ചെക്ട് ചെയ്തിട്ട് ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് ആ ബോധമില്ലാത്ത കിരണിനെ കൊണ്ടുപോയിട്ട് ഇവൾ ഇടുകയാണ്. 6 എറിഞ്ഞു കഴിഞ്ഞ് പക്ഷേ കിരൺ എങ്ങനെയോ ബോധം വന്ന് അവൻ രക്ഷപ്പെടുന്നുണ്ട്. ആ കൊടുത്ത മരുന്നിൻ്റെ ഡോസ് കുറവോ അതെന്തോ മിസ്റ്റേക്ക് പറ്റിയതാണ്, അത് ഇവക്കും മനസ്സിലായില്ല. മോർച്ചറി വെച്ച് ബോഡി കണ്ടപ്പോഴേ അഭിരാമിക്ക് മനസ്സിലായിരുന്നു ഇത് കിരൺ അല്ല എന്നുള്ളത്. ഇതെല്ലാം കേട്ട് കിളിപാറി ഇരിക്കുകയാണ് നമ്മുടെ അശ്വിൻ. സോ അശ്വിൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ അവിടുന്ന് ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് പോകുന്നുണ്ട്. കാരണം കൂടെ ഇത്രയും നാൾ നിന്നിട്ട് ഒരു കാര്യവും അഭി പറഞ്ഞിരുന്നില്ലല്ലോ. SP-ക്ക് വേണമെങ്കിൽ അഭിയെ ആൾമാറാട്ടത്തിനും കൊലപാതക ശ്രമത്തിനുമൊക്കെ അറസ്റ്റ് ചെയ്യാം. പക്ഷേ അയാൾക്ക് അവളോട് ദയ തോന്നി അവളെ വിട്ടയക്കുകയാണ്. പുറത്ത് അശ്വിൻ അഭിയെ കാത്തിരിപ്പുണ്ടായിരുന്നു. കാറിൽ കയറിയ ശേഷം അവൾ അവൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇനി സർപ്രൈസുകളൊന്നും ഉണ്ടാവില്ല എന്ന്. അവൻ ചിരിച്ചുകൊണ്ട് കാർ എടുത്തുകൊണ്ട് അവരുടെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. പിന്നീട് കാണിക്കുന്നത് രാജ്കുമാറിനെ അറസ്റ്റ് ചെയ്യുന്നതാണ്. SP ഓഫീസിൽ എല്ലാവരും വിചാരിച്ചിരുന്നത് കിരണിൻ്റെ കൂടെയുള്ള ആ ഫ്രണ്ട് പ്രകാശാണെന്നാണ്. പക്ഷേ ഒരു കോൺസ്റ്റബിൾ അവിടേക്കൊരു ID കാർഡിൻ്റെ കോപ്പിയുമായിട്ട് വരുമ്പോഴാണ് ശരിക്കും കിരണിൻ്റെ കൂട്ടുകാരൻ പ്രകാശല്ല അശ്വിൻ തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നത്.
ഇതൊന്നും അറിയാതെ അഭി അശ്വിൻ്റെ കൂടെ ആ പഴയ വീട്ടിലേക്ക് തന്നെ കയറി ചെല്ലുകയാണ്. അവളുടെ മൈൻഡ് ഇപ്പോൾ വളരെ റിലാക്സ്ഡ് ആണ്. അവളെ സംബന്ധിച്ച് അവളുടെ കുടുംബം തകർത്ത രണ്ടുപേരെയും അവൾ കൊന്നു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും അവൾക്ക് സത്യങ്ങളൊന്നും അറിയില്ല. സോ ഫ്ലാഷ് ബാക്ക് കാണുകയാണ്. SP കിരണിന് ഇങ്ങനെ ഒരു ഓഫർ വെച്ചപ്പോൾ തന്നെ അശ്വിനുമായിട്ടാണ് അത് അവൻ ഡിസ്കസ് ചെയ്തിരുന്നത്. അശ്വിൻ്റെ നിർബന്ധത്തിലാണ് കിരൺ ഇതെല്ലാം ചെയ്തു തുടങ്ങിയത്. സോ പ്ലാനിങ്ങിൻ്റെ ആദ്യം മുതലുള്ള എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്തിരുന്നത് അശ്വിനാണ്. അതുകൊണ്ട് തന്നെയാണ് കിരൺ മരിച്ചുപോയി എന്നറിഞ്ഞപ്പോൾ ആ ഹാർഡ് ഡിസ്ക് കൈക്കലാക്കാൻ അഭിയോടൊപ്പം നമ്മുടെ ഈ അശ്വിൻ കൂടിയതും. ഇത് ഡിസ്കസ് ചെയ്യുന്ന ടൈമിൽ കിരൺ പറയുന്നുണ്ട്, നിന്നോടൊപ്പം വന്ന് ബെഹറിൽ ആ കുട്ടിയെ റേപ്പ് ചെയ്യാൻ വന്നതിന് ശേഷമാണ് എൻ്റെ ലൈഫ് ഒന്നും ഗതി പിടിക്കാതെ പോയതെന്ന്. അവൻ പറയുന്നുണ്ട്, അത് നമ്മൾ അറിയാത്ത പ്രായത്തിൽ പറ്റിപ്പോയതല്ലേ, ഇതിപ്പോൾ നമ്മൾ നിയമപരമായി പോലീസിനെ സഹായിക്കാൻ വേണ്ടിയല്ലേ, അങ്ങനെയൊക്കെ പറയുന്നു. പിടിക്കപ്പെട്ടാലും എന്തെങ്കിലും പ്രശ്നം വന്നാലും $1 million ഓഫീസിൽ നിന്ന് എടുക്കാൻ പറഞ്ഞതും അശ്വിൻ തന്നെയാണ്. അത് കിരൺ എടുത്തിട്ടുമുണ്ടായിരുന്നു. അന്ന് കിരണെ മീറ്റ് ചെയ്യാൻ അഭിപോയ ദിവസം കിരണിനെ അശ്വിൻ എടുത്ത് പണം എവിടെയെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ആ ടൈമിൽ കിരൺ പറയുന്നുണ്ട്, അത് ഞാൻ എൻ്റെ ഫ്ലാറ്റിൽ സൂക്ഷിച്ചതാണ്, മിക്കവാറും അത് അഭിരാമി എടുത്തു കാണും, അതിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാനിവിടെ തെണ്ടി നടക്കത്തില്ലല്ലോ, എന്നെ നാട് വിട്ടെന്നെയും ചോദിക്കുന്നു. തിരിച്ച് വീട്ടിലെത്തി അശ്വിൻ ഫുഡ് കഴിക്കാനായി ക്യാൻഡിലൊക്കെ കത്തിച്ചിട്ട് അഭിയുടെ അടുത്ത് സംസാരിക്കുകയാണ്. അഭിയും നല്ലതുപോലെ തന്നെ വളരെ ഇഷ്ടത്തോടെ അശ്വിനടുത്തും സംസാരിക്കുന്നുണ്ട്. ആ ടൈമിലാണ് അഭിരാമിക്ക് SPയുടെ കോൾ വരുന്നത്. അശ്വിൻ ഈ ടൈമിൽ ഡ്രിങ്ക്സിൽ വിഷമോ അതോ ബോധം കെടുത്തുന്ന എന്തോ മരുന്ന് കലർത്താനായി കിച്ചണിലേക്ക് പോയിരിക്കുകയായിരുന്നു. സോ SP വിളിക്കുമ്പോൾ നമ്മുടെ അശ്വിൻ അടുത്തില്ല. SP സത്യങ്ങളെല്ലാം പറയുന്നത് കേട്ടിട്ട് നമ്മുടെ അഭിക്ക് ആകെപ്പാടെ തല കറങ്ങുന്നത് പോലെ തോന്നും. കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളും ആകെ ഷോക്ക്ഡായി പോകും. SP അഭിയുടെ അടുത്ത് പറയും, നീ പതുക്കെ അവൻ്റെ അടുത്തുനിന്ന് മാറി എവിടെയെങ്കിലും പോയി പാത്തിരിക്കണം, എത്രയും പെട്ടെന്ന് ഞങ്ങൾ അവിടെ എത്തിയിരിക്കുമെന്ന്. സോ ഇവള് രക്ഷപ്പെടാൻ നോക്കും. പക്ഷേ അവൾ കറങ്ങി ചെന്നെത്തുന്നത് അശ്വിൻ്റെ മുന്നിൽ തന്നെയാണ്. അപ്പോൾ അശ്വിൻ ഇവളുടെ അടുത്ത് പറയുന്നുണ്ട്, ഒരിക്കലും എൻ്റെ പാസ്റ്റ് എന്നെ തേടി ഇങ്ങനെ വരും എന്ന് ഞാൻ വിചാരിച്ചിരുന്നല്ല. അതെനിക്ക് ഒരു ബോധമില്ലാത്ത പ്രായത്തിൽ പറ്റിപ്പോയ തെറ്റാണ്. എനിക്ക് പറ്റിയ 2 അബദ്ധങ്ങൾ, ഒന്ന് ഈ ടാസ്കിൽ കിരണിനെയും പിന്നെ നിന്നെയും തിരഞ്ഞെടുത്തതാണ്. കിരൺ ചത്തു, അത് അവന് ആവശ്യമായിരുന്നു. ഇനി എനിക്ക് വേണ്ടത് ആ $1 million ആണ്. അത് നിൻ്റെ കൈവശമാണുള്ളത്, അതെനിക്ക് വേണമെന്ന് പറയും. പിന്നെ 2 പേരും കൂടെ അവിടെ പൊരിഞ്ഞടിയാണ്. അഭി അശ്വിനെ നല്ലപോലെ എടുത്തിട്ട് അടിക്കുന്നുണ്ട്. കിട്ടുന്നതൊക്കെ കൊണ്ട് അശ്വിൻ തിരിച്ചും ചവിട്ടി ഇടിച്ചുമൊക്കെ അഭിയെ ഒരു പരുവമാക്കുന്നുണ്ട്. ഒത്തിരി അടിച്ച് അവശ്യമാക്കി കഴിയുമ്പോൾ അഭി പറയുന്നുണ്ട്, നിനക്കൊന്നും ആ കാശ് കിട്ടരുതെന്ന് എനിക്ക് നല്ല നിർബന്ധമുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ആ കാശ് ഫ്ലാറ്റിൽ നിന്നെടുത്ത് ഞാൻ ഫുള്ള് കത്തിച്ച് കളഞ്ഞുവെന്ന്. അശ്വിൻ ഒരു കയറിൻ്റെ മുകളിൽ നിൽക്കുന്നത് കണ്ടിട്ടാണ് അഭി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഇത് പറഞ്ഞ ഉടനെ തന്നെ ആ കയറെടുത്ത് മുകളിലേക്ക് വലിച്ച് കഴുത്തിൽ ചുറ്റി നമ്മുടെ അശ്വിനെ തെള്ളി ബാൽക്കണിയിൽ നിന്ന് ഇടുകയാണ്. ഓൺ ദ സ്പോട്ടിൽ തന്നെ അശ്വിൻ മരിച്ചു പോകുന്നുണ്ട്. സോ പിന്നെ കാണിക്കുന്നത് പുറകിൽ പോലീസ് വണ്ടികളുടെ സൈറൺ കേൾക്കുന്നതാണ്. അത് കാണിച്ചുകൊണ്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. പിന്നീട് അഭിരാമിക്ക് എന്ത് പറ്റിയെന്ന് പറയുന്നില്ല. സോ ഗൈസ്, ഈ ഫിലിം എങ്ങനെയുണ്ടായിരുന്നു? എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഓരോരുത്തരുടെ അഭിപ്രായം വളരെ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താവുന്നതാണ്. സോ ഈ വീഡിയോ കണ്ടതിന് നന്ദി. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.